മാങ്ങാണ്ടിക്ക് അയ്യപ്പന്റെ അനുഗ്രഹത്താൽ ഒരു എട്ടിന്റെ പണിയും കൂടി ഒത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചിട്ടി കൂടി ഒത്തിട്ടുണ്ട്. ആ പരാതിക്കാരിയായിട്ടുള്ള ഇരയുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥ ഇര താനാണ്. തൻ്റെ ജീവിതമാണ് രാഹുൽ മാങ്ങാണ്ടി എന്ന ആ നരാധമൻ തകർത്തത്. അയാൾ ഒരു ലൈംഗിക വൈകൃതനും ലൈംഗിക അതിക്രമ വീരനുമാണ്. അയാൾ താനും തൻ്റെ ഭാര്യയും ചെറിയ സൗന്ദര്യപ്പിണക്കമുണ്ടെന്നറിഞ്ഞ് അതിലേക്ക് നുഴഞ്ഞു കയറി സ്വന്തം കുടുംബജീവിതം നശിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ ചാനലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട്, സംഘപരിവാർ ചാനലിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തലസ്ഥാനത്ത് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയായിരുന്നു. അച്ഛനും അമ്മയുടെ ഏക മകനായതുകൊണ്ട് അയാൾക്ക് തിരിച്ച് പാലക്കാടേക്ക് പോകേണ്ടി വന്നു. പിന്നെ ചാനൽ ചർച്ചകളിലെ നിത്യ സാന്നിധ്യവും എവിടെ പോയാലും ചർച്ചയ്ക്ക് പ്രത്യേകം താല്പര്യം കാണിക്കുന്ന മാങ്ങാണ്ടി ഹായ് മോളൂസെ എന്നൊക്കെ അയച്ച മെസ്സേജിൽ ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചു പോയി. വലിയ സൗഹൃദം സ്ഥാപിക്കുന്നു, ഒരു സേട്ടനാകുന്നു, സഹോദരനെ പോലെ നിന്ന് സഹായിക്കാൻ ചെല്ലുന്നു. അങ്ങനെയാണ് കുടുംബത്തിനകത്ത് നേരിയ പ്രശ്നമുണ്ടെന്ന് അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തെ ശിഥിലമാക്കി നാമാവശേഷമാക്കി ആ ചെറുപ്പക്കാരനെ ഇരയാക്കി. ഈ അടുത്ത കാലത്ത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മറ്റൊരു വിടുവായനുണ്ടല്ലോ, അവനെ കൊണ്ടൊക്കെ ആ ചെറുപ്പക്കാരൻ്റെ പേരിലാണ്, അതായത് ഈ ചെറുപ്പക്കാരനെ ഇരയാക്കിയേ എന്ന പേരിലാണ്, ജീവിതം തകർത്തു എന്ന പേരിലാണ് വീഡിയോ ചെയ്ത് മാങ്ങാണ്ടിയെ ന്യായീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ചെറുപ്പക്കാരൻ തന്നെ നേരിട്ട് പറയുകയാണ്, രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന വാദം മുഴുവൻ തെറ്റാണ്. ആ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്ങാണ്ടി ചെയ്തിരിക്കുന്നത്. തൻ്റെ കുടുംബജീവിതം തകർത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഇത്രയും കാലം ആ ചെറുപ്പക്കാരനെ ഉയർത്തി ഇരവാദം സൃഷ്ടിച്ചുകൊണ്ട്, അയാളുടെ ജീവിതത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അയാളെ ഇരയാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിലൂടെ ഈ കാബാലികൻ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരുന്നത്. ആ ചെറുപ്പക്കാരൻ്റെയും മാങ്ങാണ്ടിയുടെയും ജീവിതം തകർത്തവളാണ് ആ പെൺകുട്ടിയെന്നും, രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം തകർത്ത കണ്ടില്ലേ എന്നൊരു നരേഷനാണ് ഉണ്ടാക്കിയിരുന്നത്. ഇനിയിപ്പോൾ അത് നിലനിൽക്കാൻ പോകുന്നില്ല. ആ ചെറുപ്പക്കാരൻ തന്നെ ഒടുവിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ, തൻ്റെ കുടുംബജീവിതം തകർക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ എല്ലാത്തിനും കാരണം ഈ ഞരമ്പനാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. കാര്യം ഈ ഇരകളെ എല്ലാം ആക്ഷേപിച്ചുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ കുറെ PR ടീമുകളെയും ഒപ്പം തന്നെ സുഡാപ്പികളാണല്ലോ ഇപ്പൊ കവചം തീർത്തിരിക്കുന്നത്. അവരെ കൊണ്ട് ബലാത്സംഗം ചെയ്ത, പീഡനം നടത്തിയ, അല്ലെങ്കിൽ ഗർഭചിത്രം നടത്തി ജീവിതം തുലച്ച ഇരകളെ ആക്രമിക്കുക, ആക്ഷേപിക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്ന തന്ത്രം.